ശ്രീവിദ്യ മുല്ലച്ചേരി ഇവരുടെ കല്യാണം ഈ അടുത്ത ദിവസമാണ് കഴിഞ്ഞത്. അപ്പോൾ കല്യാണത്തിൻ്റെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ കല്യാണത്തിന് ഇടയിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ ഇന്നിവിടെ കോണ്ടൻ്റായിട്ട് എടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഈ കല്യാണം, സെലിബ്രിറ്റി കല്യാണങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ ചീത്തകൾ കേൾക്കുന്നതും അവിടെ ചെല്ലുന്ന ഓൺലൈൻ ചാനലുകളാണ്. ഈ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ ചെക്കനോ പെണ്ണോ അവർ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും വിളിച്ചു വരുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ അറിഞ്ഞു വരുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ജനങ്ങളിലേക്ക് ഈ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ്, ഓക്കെ, സിനിമാക്കാരേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസ്, ഇപ്പോൾ ശ്രീവിദ്യ മുല്ലച്ചേരി ആണെന്നുണ്ടെങ്കിലും സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമും പിന്നെ സോഷ്യൽ മീഡിയ അവർ ഭയങ്കര ആക്റ്റീവാണ്. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സെലിബ്രിറ്റി കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പോൾ ദ സോ കോൾഡ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കാറ്റഗറീസിനകത്ത് ഏറ്റവും കൂടുതൽ വീഡിയോസ് ആളുകളിലേക്ക് വൈറലാക്കുന്നതും തമ്മിലിടുന്നതും എല്ലാം ചെയ്ത് എത്തിക്കുന്നത് ഈ പറഞ്ഞ എല്ലാവരും എന്താ പറയുക, ഒരു മൊബൈൽ എടുത്ത് ഓടി വരും എന്ന് പറഞ്ഞ് പൊതുവെ ഏറ്റവും കൂടുതൽ തെറിവിൾ കേൾക്കുന്ന ഇവിടുത്തെ മീഡിയാസ്. അപ്പോൾ ഈ മീഡിയാസുമായിട്ടുണ്ടായ ഒരു ക്ലാഷാണ് ഞാൻ ഇന്നിവിടെ കോണ്ടൻ്റാക്കി പറയുന്നത്. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും ശ്രീവിദ്യ മുല്ലച്ചേരി നടന്നു വരുന്ന വഴിക്ക് മീഡിയാസ് ആസ് യൂഷ്വൽ വന്നു. ഉള്ളിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല തോന്നുന്നു കല്യാണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴത്തെ പൊതുവെയുള്ള എല്ലാ സെലിബ്രിറ്റി കല്യാണങ്ങളും അങ്ങനെയാണ്. അവർക്ക് സ്വന്തം പേജ് കാണും, ആ പേജും പിന്നെ അവർ വേറൊരു ടീമിനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ 50-50 അപ്പോൾ പിന്നെ പൈസയും സാധനങ്ങളൊന്നും വേണ്ട, പ്രൊമോഷനായിട്ട് ആ സംഗതി പോകില്ല. അപ്പോൾ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു ടീം മാത്രം ഇതെന്ത് ചെയ്യും, കോണ്ടൻറ്റ് എടുക്കും, അവർ സെല് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ആരാണോ കല്യാണം കഴിക്കുന്നത് അവർ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ അവരിലും പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു ഫോർമാറ്റ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ചാനൽസിനൊക്കെ ബൈറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ കല്യാണം കവർ ചെയ്യാൻ കിട്ടുന്ന ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ ആ മറ്റേ ട്രെൻഡാണ് ഓടുന്നത്. നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ കണ്ടത് ഓൺലൈൻ മീഡിയാസ് നിരന്ന് നിൽക്കുന്നു, ചെക്കനും പെണ്ണും താലി കെട്ടുമ്പോഴോ കല്യാണം നടക്കുമ്പോഴോ ബാക്കിലിരിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റാത്ത മാതിരി ഫുള്ള് പേര് കവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതൊന്നും മാറ്റി പിടിച്ചു എല്ലാവരും. ഓക്കെ, കാരണം വ്യൂ അരിയും തന്നെ അല്ലേ മെയിൻ എല്ലാവർക്കും. അപ്പോൾ എന്താണെങ്കിലും ചെക്കനും പെണ്ണും വന്നതിന് ശേഷം മീഡിയനെ അവർ കാണുന്നു, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ, സംഭവിച്ചത് നിങ്ങൾ കണ്ടോ. കല്യാണത്തിന് വിളിച്ച എല്ലാവരും തന്നെ വന്നിരുന്നു, സുരേഷ് ചേട്ടൻ അടക്കം വന്നിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം. എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി വരിക, ഇത്രയും തിരക്കുള്ള ആൾക്കാരാണ്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരെത്തുക നമ്മുടെ ഒരു അല്ലെ കല്യാണത്തിനൊക്കെ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രണ്ടുപേരെയും നല്ല എല്ലാവരും തന്നെ പറയുന്നത്. ഈ തിരക്കിൽ എല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ടാട്ടോ. ഇത് എന്റേത് നമ്മുടെ കാഞ്ചീപുരമാണ്. ആര്യ ചേച്ചിയുടെ സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂം എന്റെ ശബരി ചേട്ടനാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഈ സാരിക്ക് പറ്റിയ തന്നെയുള്ള മാലയും കാര്യങ്ങളും ശബരി ചേട്ടൻ എവിടെ? ശബരി ചേട്ടനാണ് എന്റെ എല്ലാം സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ആന്റിക് ഡിസൈൻ ആണോ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ട്രേഡ് മാർക്ക് ഔട്ടോ അടുത്ത ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. മീഡിയക്കാരെ മൊത്തം ഒഴിവാക്കിയ ചേട്ടാ, മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, എന്നെ ഒരുപാട് അറിയുന്നതാണ്. കംഫർട്ട് ആയിരിക്കില്ല, ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സുരേഷ് ഗോപി സാർ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി റീസൺ നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു. ലിസ്റ്റ് ആൾക്കാരെ കയറ്റുന്ന ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ? അത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത്. എടാ നിങ്ങൾ മാറാ ഓക്കെ, മീഡിയനെ ചെക്കനും പെണ്ണും വന്ന് അഡ്രസ്സ് ചെയ്യാണ്. മീഡിയക്കാർ ആദ്യം ഇങ്ങനെ കാഷ്വലായിട്ട് അവരോട് ഇങ്ങനെ കാര്യങ്ങൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് നേരെ പോണത് നിങ്ങൾ കണ്ടല്ലോ. എന്തുകൊണ്ട് മീഡിയനെ ഉള്ളിൽ കയറ്റിയില്ല?
ഒരു ഫാമിലി പ്രശ്നം, ഓർത്തഡോക്സ് ആണ്, പാനിക് ആവും ഇത്രയും ക്യാമറയും കാര്യമൊക്കെ കാണുമ്പോൾ. ഓക്കെ, ഫെയർ ഇനഫ്. കാരണം ഇപ്പോൾ അടുത്ത് നടന്ന കല്യാണങ്ങളിലൊക്കെ മീഡിയ പ്രസൻസ് കൂടുന്തോറും സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കൊക്കെ കല്യാണം കാണാനും അവിടെ ഒരു ചെറിയൊരു സംഗതി ക്രിയേറ്റ് ആവും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞു അവർ ആ ഒരു കൺസേൺ കാരണമാണ് മീഡിയാസിനെ മാറ്റിയത്, ഉള്ളിൽ കയറാൻ സമ്മതിക്കാഞ്ഞത്. അപ്പോൾ അടുത്ത ചോദ്യം, മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല? മീഡിയയ്ക്കൊരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല, തന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് അതെന്ന് മനസ്സിലായത്. ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ മീഡിയാസിൻ്റെ ലിസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അവരവിടെ എത്തിച്ചു. ഞാൻ ഈ മീഡിയാസിലുള്ള കുറച്ച്, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ. ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറുകളോളം ഇവർ കാത്തു നിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവരവിടെ നിന്നത്. അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല. ഡെഫിനറ്റ്ലി കല്യാണ പെണ്ണിനും ചെക്കനും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതാരാണോ കോർഡിനേറ്റ് ചെയ്ത് അയാളുടെ മിസ്റ്റേക്ക് ആയിരിക്കും. അയാൾക്ക് ഈ വന്ന മീഡിയാസിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ മുടിയൻ്റെ കല്യാണത്തിന്, ഋഷിയുടെ കല്യാണത്തിന് ഞാൻ കണ്ടൊരു കാര്യം, റിസപ്ഷൻ്റെ ടൈമിലൊന്നും ഒരു മീഡിയാസിനെ അകത്ത് അലോ ചെയ്തില്ല. അവർ ഓൾറെഡി പറഞ്ഞു മീഡിയ ഇല്ല, വേണ്ട, നിങ്ങൾ പുറത്ത് വെക്കുകയാണെങ്കിൽ നിന്നോ. ഓക്കെ, അത് നിങ്ങളെ റിസ്കിൽ നിങ്ങൾ നിൽക്കുന്നതും അത് നിങ്ങളെ ടൈം, നിങ്ങളെ കാര്യങ്ങൾ നമുക്കറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ വേറെ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഇൻവൈറ്റഡ് ആയിട്ടാണ് ഈ മീഡിയ വന്നതെന്നുണ്ടെങ്കിൽ അവരെ ഡെഫിനറ്റ്ലി കോർഡിനേറ്റ് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കാര്യങ്ങൾ ചെയ്യും. ഇത് എന്തിനാണ് ഈ മീഡിയാസിനെ വിളിക്കുന്നത് തന്നെ നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുകയാണ്, നമ്മളെ ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 1-2 ചാനലിൽ ഇട്ടാൽ മാത്രം ഇത് ആളുകളിലേക്ക് എത്തണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി ആളുകളുടെ ഇടയിലേക്ക് എൻ്റെ കല്യാണമാണ്, എൻ്റെ ഒരു ഫംഗ്ഷനാണെന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും മീഡിയാസിനെ വിളിച്ച് വരുത്തുന്നത്. ഞാനിവിടെ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയാസിനെ വിളിച്ച് വരുത്തി കഴിഞ്ഞ് മീഡിയാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പട്ടി വിലയാണ് അവർക്ക്. ഉള്ള കാര്യം പറയാലോ. കുറേ പേരൊക്കെ അലമ്പ് കളിക്കുന്നവരുണ്ട്, പക്ഷേ ഒരു വലിയ മെജോറിറ്റി ആളുകളും വളരെ മാന്യമായിട്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോകും. പിന്നെ തംബ്നെയിലും സാധനങ്ങളും മിസ്ലീഡിങ് സംഗതികളൊക്കെ ചിലരിടും, ചിലർ ഇടാറില്ല. ഇപ്പം ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധിക്കാറില്ല. കാരണം മിസ്ലീഡിങ് തംബ്നെയിലുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ആ ചാനൽ നല്ല വെട്ടുകൾ കിട്ടാറുമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വ്യൂ മതിയെന്ന് പറഞ്ഞിട്ട് ഇടുന്നവർ ചിലപ്പോൾ ഇപ്പോഴും ഇട്ടിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രീവിദ്യയുടെ മുഖം ഭയങ്കരമായിട്ട് മാറി. ആ ചോദിച്ച ക്വസ്റ്റ്യൻ ആ ടൈമിൽ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന ചെക്കനും പെണ്ണും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലേ ഞങ്ങൾ വന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ആ ടൈമിൽ അത് ഭയങ്കര അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവരുടെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ അവരോട് എല്ലാ സന്തോഷം കാര്യങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ ഭയങ്കര അറഗൻ്റായിട്ട് അവർ തിരിച്ച് റിപ്ലൈ കൊടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശ്രീവിദ്യ? ലൈക്ക്, ചേട്ടാ ഇപ്പോഴാണോ ഞങ്ങളോട് ചോദിക്കേണ്ടത്, ഇന്ന് ഞങ്ങളെ കല്യാണമല്ലേ? അവരുടെ ഫേസൊക്കെ മാറി, അവർ ഭയങ്കര ഡള്ളായി, ആ സന്തോഷമൊക്കെ അവർക്ക് പോയി. ലൈക്ക് അയ്യോ ഈ സമയത്തും ഞാനിത് ഇങ്ങനത്തെ ലൈക്ക് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഇതിന് ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ മീഡിയാസ് ചോദിക്കാനൊരു സ്റ്റോറി ഉണ്ട്, അതും കൂടി നിങ്ങൾ കാണണം. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചോദിക്കാതിരിക്കുക. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ചോദിക്കുന്ന ഒരു സമയവും ഒരു കാലവും ഒരു സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാരണം, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കാരണമാണ് മീഡിയയ്ക്ക് ഒരാൾ ചോദിക്കുന്ന ചോദ്യമോ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയോ കാരണമായിരിക്കും മീഡിയയ്ക്ക് എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള ബ്ലെയിം കിട്ടുക. ഇപ്പോൾ ഈ ശ്രീവിദ്യ സംസാരിക്കുമ്പോൾ തന്നെ മീഡിയാസ് നിൽക്കുമ്പോൾ ഒരു ബൗൺസർ ഇടയിൽ കയറി നിന്ന് കൈ വെച്ചിട്ട് മാറി നിങ്ങൾ ബാക്കിലോട്ട് പോകും, നിങ്ങൾക്ക് സ്പേസ് തള്ളുന്നത് ഉണ്ടല്ലോ. ഇവിടെ ബൗൺസേഴ്സിൻ്റെ ഒരു ഇഷ്യൂ ഈ കല്യാണത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂവിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ശ്രീവിദ്യയും ഹസ്ബൻഡും പുറത്ത് വരുമ്പോൾ മീഡിയാസ് കുറച്ചൊരു അഗ്രസീവ് ആവാൻ കാരണം അവിടെ അതിന് മുമ്പ് ഒരു ഉന്തും തള്ളും പ്രശ്നവും നടന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല കുറേ പേജുകളിലൊന്നും വന്നു എന്ന് എനിക്കറിയില്ല. ഞാനെന്താണെങ്കിലും ഈ വീഡിയോ നമ്മുടെ മെട്രോ മാറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബൗൺസർ ഈ മീഡിയക്കാരെ തള്ളി മാറ്റിയിട്ട് ഉന്തി ഒരാളുടെ പുറം പോയി കമ്പിയുമ്പോൾ കുത്തി, അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ചേട്ടാ ഞാൻ കേറ്റൂല, എന്ത് മുതലെടുക്കണേ? ആ ഇനി നീ കേറൂല കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഓക്കെ, അപ്പോൾ മീഡിയയിൽ ഒരു പയ്യൻ അകത്ത് കയറി എന്ന് പറഞ്ഞിട്ട് ബൗൺസർ പിടിച്ച് തള്ളി ആ ചെക്കൻ്റെ പുറം പോയി കമ്പിയും അടിച്ച് അതിൻ്റെ വിഷ്വൽ ഞാൻ അവിടെ വെക്കുന്നുണ്ട്.
അപ്പോൾ മീഡിയക്കാരോട് സംസാരിച്ച സമയത്ത് ഈ ബൗൺസേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക് പ്രശ്നമാണ്, അവർ പ്രശ്നക്കാരെ ബൗൺസേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും നമ്മൾ കയറി പോകുന്നവരോ അല്ലെങ്കിൽ മീഡിയക്കാരോ നോക്കാറൊന്നുമില്ല. അതൊക്കെ വേറൊരു കൈൻഡ് ഓഫ് സ്പേസ് ആണ്. അവരെങ്ങനെയോ ആക്ടിവിറ്റീസ് എന്തോ ആയിക്കോട്ടെ, അവർ അപ്പോൾ ആ ടൈമിൽ കല്യാണത്തിന് ബൗൺസേഴ്സ് ആയിട്ട് അവർ വന്നു. പക്ഷേ അവരാണെങ്കിലും ഈവൻ ബൗൺസേഴ്സ് ആണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇവർ ഈ ഇൻവൈറ്റ് ചെയ്ത് വരുന്ന ആളുകളാണ്, ഈ ക്യാമറയും കൊണ്ടുവരുന്നവർ. ആ ചില ടൈമിൽ എന്താ സംഭവിക്കുക അറിയാം, മീഡിയാസിനെ ഇൻവൈറ്റ് ചെയ്യും, കല്യാണത്തിന് മീഡിയ വരും. കല്യാണത്തിന് എത്തുമ്പോൾ മീഡിയയുടെ എണ്ണം കാണുമ്പോൾ ഇവർ തന്നെ എന്താ പറയുന്നത്, ഈ കല്യാണത്തിന് വിളിച്ച ടീം തന്നെ മീഡിയനെ കയറ്റണ്ടെന്നും പറയും. ഏത് ബൗൺസേഴ്സിനോട് പറയും ഒറ്റ മീഡിയനെ അകത്ത് വിടരുത്. ഈ വീഡിയോ ഇവരിട്ടപ്പോൾ ഇതിനടിയിൽ ഈ ബൗൺസർ, ഈ തള്ളി മാറ്റിയ ബൗൺസർ ഇട്ട കമൻ്റാണ്, ഈ വീഡിയോ കാണുന്ന ബൗൺസർ ഞാനൊരു മീഡിയ കാര്യം കയറ്റരുതെന്ന് അവരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, എന്നിട്ടും ഞങ്ങൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവൻ മാത്രം അകത്തേക്ക് കയറി വീഡിയോ എടുത്തു. ഞാൻ അവനോട് ചീത്ത പറഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു, അവൻ ഇറങ്ങിയില്ല. അതിനവിടെ സംഭവിച്ച പിന്നീട് ഞാൻ ചെന്ന് അവനോട് സോറിയും പറഞ്ഞതാ. ഓക്കെ, അതായത് മീഡിയക്കാരെ കയറ്റണ്ട എന്നുള്ള നിർദ്ദേശം കല്യാണത്തിൻ്റെ അവിടുന്ന് കൊടുത്തതാണ്. എന്നാലും അവൻ കയറി എടുത്തു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, സോറി പറഞ്ഞു, അതോടെ തീർന്നതാണ് ആ ബൗൺസർ ഇട്ടിട്ടുള്ള കമൻറ്റ്. ഓക്കെ, ഇത് ഞാൻ പറയട്ടെ, ഇവിടെ മീഡിയനെയും കുറ്റം പറയാൻ പറ്റില്ല, ബൗൺസറിനെയും കുറ്റം പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ പാർട്ടീസിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഇവൻ്റ് ലൈക്ക് കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണോ, നാട്ടുകാരിലേക്ക് ഈ സാധനം എത്തണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടായിരിക്കും മീഡിയനെ വിളിച്ചു വരുത്തുന്നത്. പക്ഷേ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഈ ബ്ലെയിം ഫുള്ള് പോകുന്നത് ഈ വരുന്ന മീഡിയക്കാരുടെ തലയിലാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ ഇവരെ എഫേർട്ട് കാണുന്ന ഒരാളാണ്. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഒരു സ്ഥലത്തേക്ക് ഒരു ഇവൻറ്റിന് ഒരു ഫംഗ്ഷനോ ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഇവർ ഫുഡ് കഴിച്ചോ, ഇവരെങ്ങനെയാണ് നിൽക്കുന്നത്, എത്ര മണിക്കൂർ ഒന്ന് വന്നു, ഇതൊന്നും നോക്കില്ല. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് ഇവരൊരു വീഡിയോ ഇടുമ്പോൾ കുറ്റം മൊത്തം ഇവരെ തലയിൽ. ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന, അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിനും കയറിയിട്ട് ഈ തെണ്ടിയാൾ എന്തിനാ പോണേ, നാണമില്ലേ നിങ്ങൾക്ക് അവിടെ പോകാൻ, നിങ്ങൾ എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ കമൻറ്റിൽ വരിക. പക്ഷേ ഇവർ പലരും ഇൻവൈറ്റഡ് ആയിട്ടാണ് പല സ്ഥലത്തും പോകുന്നത്. ഇൻവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടുള്ള കച്ചറകൾ വേറെ ഉണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ അറിവിൽ മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ഈ സോക്കോൾഡ് സെലിബ്രിറ്റി കല്യാണങ്ങളും ബാക്കി ഫങ്ഷൻസും കവർ ചെയ്യുന്ന ചാനലുകൾ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടാണ് പലരും പോവാറ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ചാനലുകളോടുള്ള സുഹൃത്തുക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്പേസോ നിങ്ങൾക്കൊരു സ്ഥലമോ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലൊരു കറക്റ്റ് നിങ്ങളെ ട്രീറ്റ്മെൻറ്റോ നിങ്ങൾക്ക് കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളിനി പോവാതിരിക്കുക ദയവ് ചെയ്തിട്ട്. ഓക്കെ, കാരണം നിങ്ങൾ ചെല്ലും തോറും ഓക്കെ നിങ്ങളുടെ ആരുടെയും ഫേസ് പുറത്ത് കാണുന്നില്ല, നിങ്ങളുടെ ചാനലിലൊരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കാറുണ്ടാവില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പാണ്, എനിക്കറിയുന്ന മീഡിയയിലെ ആളുകൾ എന്നോട് പറയാൻ അറിയും, സായിപ്രോ വ്ളോഗ് എടുക്കുമ്പോൾ ഞങ്ങൾ കാണിക്കരുത്. ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കാറുണ്ട്, കാണിക്കരുത്. ഇല്ലെങ്കിൽ അവരുടെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആരും അറിയരുത്, അതായത് അവരാണ് ഈ ക്യാമറയുടെ. കാരണം അവർക്ക് മോശമാണ്, കാരണം ഈ തെറിവിളിയും ചീത്തകളൊക്കെ കേൾക്കുന്ന വീഡിയോൻ്റെ ബാക്കിൽ അവരങ്ങനെ കേൾക്കുകയാണ്. അവർക്ക് മുഖം കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ, ഞാൻ ഒരു ചാനലിൻ്റെ പേരും പറയുന്നില്ല, ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരാൾ ഞാൻ ആ ചാനലിൻ്റെ ആളാന്ന് പറയുമ്പോൾ നീ ആളാ മറ്റേ കല്യാണത്തിൽ, നീ ആളാ മറച്ചോടത്ത് പോയേ. ഇത് വ്യൂവേഴ്സിന് കാണണം, നാട്ടുകാർക്ക് ഇവിടെ വീഡിയോ കാണണം, ഒരു സെലിബ്രിറ്റീൻ്റെ കല്യാണം കാണണമെന്നോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളുടെ കല്യാണമോ മരണമോ ചടങ്ങോ ഒക്കെ അവരുടെ ഒരു ലൈഫ് കാണണം എന്നുള്ളത് എല്ലാവരും, അതുകൊണ്ടാണല്ലോ വ്യൂവർഷിപ്പ് കയറുന്നത്. പിന്നെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വിളിച്ച് വരുത്തുന്നത്, അല്ലെങ്കിൽ പിന്നെ വരുത്താതിരിക്കുക, ഇവരെ വിളിക്കണ്ട. ഇനി അങ്ങനെ ആരെയും വിളിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സീനൊന്നുമില്ലല്ലോ, അത് പറയാമല്ലോ, വിളിക്കാതെ വന്നതല്ലേ ഗെറ്റ് ഔട്ട് സാധനം പറയാം. അതിന് വിളിക്കാതെ പോവാതിരിക്കുക, വിളിക്കാത്ത സാധനത്തിന് പോവാതിരിക്കുക. എന്തിനാ വിളിച്ചിട്ട് പോയാൽ പോരെ, വിളിക്കാത്ത സാധനത്തിന് പോവാതിരിക്കുക ആണ് ബെറ്റർ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച്. പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ പേര് അടിപൊളിയാണ്, പക്ഷെ കുറച്ച് പേരുണ്ട് ഈ ഓൺലൈൻ രംഗത്ത് ചൊറിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കും. ചൊറിഞ്ഞ ചോദ്യങ്ങൾ ഒരുമാതിരി വൃത്തികെട്ട ആക്ടിവിറ്റി. ആ മാമുക്കോയ മരിച്ച സമയത്ത് ഖബറിൻ്റെ അവിടെ പോയി വീഡിയോ എടുക്കുന്ന ടീമൊക്കെ ഉണ്ട്. അവർക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഇത്ര ഗ്യാപ്പ് കൊടുത്താൽ അതിൽ ഇങ്ങനെ കുത്തിക്കയറ്റുന്ന ടീമുണ്ട്. അവർക്കും അടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വായല നാവ്,
ഏത് സമയത്ത് ഏത് സന്ദർഭത്തിൽ എന്ത് ചോദിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഇതിപ്പോൾ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ ഇവർക്ക് ഈ പറഞ്ഞ ഒരു ബൗൺസേഴ്സിന് അടി കിട്ടിയതുകൊണ്ടായിരിക്കാം ആ ചെക്കനോടും പെണ്ണിനോടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ആ ചെക്കനോടും പെണ്ണിനോടും ആ കല്യാണത്തിൻ്റെ അന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. അവരുടെ ഫേസും മുഖവും മാറി അവരുടെ ആ ഹാപ്പിനെസ് പോകേണ്ട ഒരു അവസ്ഥയെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ബ്ലെയിം ആരെ തലേക്കാണ് വരുന്നത്? ഈ ചാനലുകൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് നാണമുണ്ടോ? എന്തിനത് കേൾക്കേണ്ട ആവശ്യം? സോ ഇൻവൈറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോവുക. പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളോ സാധനങ്ങളോ മാക്സിമം ഒഴിവാക്കുക. ആളുകൾക്ക് കാണേണ്ടത് ഈ കല്യാണവും അല്ലെങ്കിൽ അവിടുത്തെ നടക്കുന്ന ഈവൻറ്റും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് പോരുക. അതിന് പെർമിഷൻ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുക, പിന്നെ തിരിച്ചു പോവുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും മോശക്കാരൊന്നുമല്ല ഈ ചാനലുകാർ. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ ഇന്നത്തെ വിളിക്കും, നീ എന്തിനാണ് ഓൺലൈൻ മീഡിയാസിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ഇവരെ അവസ്ഥ എനിക്കറിയാം. പലരും മൊബൈലും EMIക്കും കൊടുത്ത് വാടക എടുത്ത് വെയിലും ഇല്ല മഴയില്ലാതെ അവർ ഈ വീഡിയോ എടുക്കാനും സാധനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇവരുള്ളത് കൊണ്ടാണ് പല സാധനങ്ങളും എന്ത് ചെയ്യുന്നത്, പല ഇവൻറ്റുകളും പുറത്ത് നിങ്ങൾക്ക് ഈ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും കിട്ടുന്നത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാണൂലല്ലോ. ഏത് പിന്നെ ഇന്നവിറ്റബിൾ ആണ് ഇപ്പോൾ. ഇതൊരു ലൈക്ക് ഇപ്പോൾ ബോളിവുഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ട്രെൻഡാണ്. ഇവിടെ ഇപ്പോൾ ഈ എയർപോർട്ട് വീഡിയോസ് വരുന്നില്ല എന്നുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതും കണ്ടോ, സെലിബ്രിറ്റീസ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് പോകുന്നതൊക്കെ വിളിച്ച് വരുത്തിയിട്ട് തന്നെ വന്ന് ഇറ്റങ്ങളെ വീഡിയോ എടുപ്പിച്ച് വീടുന്നൊരു തമ്മിൽ ഇട്ടതിന് വരിക്കാനും തെറിയും കേൾക്കും. കാണുന്നത് മൊത്തം ഒരു PR കളിയാണ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരിങ്ങനെ കാണും, 2 കമൻ്റ് ഇടും, അവർക്ക് മനസ്സമാനം, ഇവർക്കും ഇത്. പക്ഷേ ചില കാര്യങ്ങൾ ലിമിറ്റ് വെക്കേണ്ടടുത്ത് ലിമിറ്റ് തന്നെ വയ്ക്കുക. അത് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് വയ്ക്കുക, വലിഞ്ഞു കയറി പോവാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അടിയും തല്ലും പ്രശ്നമായി കഴിഞ്ഞാലും ലാസ്റ്റ് സംഗതി മീഡിയേൻ്റെ തലയിൽ തന്നെ വന്നിരിക്കും.